ഹായ്, വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യ, അതുപോലെ തന്നെ മമിത ബിജു. എന്തായാലും ഇതിന്റെ തമ്മിലിനെ കാണാൻ നല്ല രസമുണ്ട്. മമിത ബിജു, പിന്നെ നമ്മുടെ സൂര്യയുടെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു നിരച്ചിട്ടുള്ള സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള ഒരു ലുക്കാണ്. ആൻഡ് എങ്ങനെ കണ്ടാലും ഹീസ് സോ അഡോറബിൾ. 1:44 ആണ് ഒഫീഷ്യൽ ടീസർ. ലെറ്റ്സ് வாட்ச். ரெடி. சஞ்சய் விஸ்வநாத் இது வரைக்கும் எத்தனையோ பிஸ்டல் காம்படிஷன்ஸ்ல ஜெயிச்சிருக்காரு. ஆனா இப்போ வேற கண் பார்வைக்கு 20ல இருக்கிற ஃபிட்னஸ் 40 தாண்டினா இருக்காது. This is Maddie. ஒரு பெரிய ஃபார்ம் ஹவுஸ், லாவிஷ் லைஃப் ஸ்டைல், இஷ்டத்துக்கு செலவு பண்ணணும். நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவன் இப்படிதான் நம்மளை விட பெரிய ஆள் இருக்காங்கிறத காட்டுவான். எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். என்னடா எங்க இருந்துடா இவளை புடிச்சிட்டு வந்த? லவ்வா? ரொம்ப ஒட்டாத, அப்புறம் கஷ்டமா இருக்கும். விட 20 வயசு சின்னவா. எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். ப்ளீஸ். நீ ஒரு சொடுக்கு போட்டு நம்ம வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சொடக்கு போடுறேன். நீ விழு போதும். രണ്ട് സാധ്യതകളാണ് ഇതിന് കാണുന്നത്. ഒന്ന്, വളരെ മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള സിമ്പിൾ ഹമ്പിൾ കുമ്പിൾ പടം, നമ്മൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമ. അങ്ങനെയാണ്, വളരെ ചെറിയൊരു സിനിമ കേട്ടോ. സൂര്യയുടെ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ പ്ലസ് പ്രണയം, ഇമോഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന വളരെ ചെറിയ ഒരു സിനിമ. ഹൃദയപൂർവ്വമൊക്കെ വന്ന പോലെ മോഹൻലാലിൻ്റെ ഒരു മേ ബി അതിനേക്കാൾ ചെറിയൊരു സിനിമ. അങ്ങനത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ആണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള വലിയൊരു പണക്കാരൻ, അയാളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ, അതിലേക്ക് വരുന്ന പെൺകുട്ടി, വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന പെൺകുട്ടി, അയാളോട് സ്നേഹം തോന്നുന്നു. അതിനുശേഷം ഇയാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ, കുട്ടിയുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇയാളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു. ഇയാളെ ഏജ് 20 വയസ്സ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് സമ്മതിക്കാതിരിക്കുന്നു. ആൻഡ് ഫൈനലി പുള്ളിക്കാരുടെ കെയറിങ് കാര്യങ്ങളും ഒക്കെ പല കാര്യങ്ങളുകൊണ്ട് ഇഷ്ടം തോന്നുന്നു. ഇങ്ങനത്തെ ഒരു സിനിമ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും തോന്നുന്നില്ല. അതല്ലെങ്കിൽ എൻ്റെ മുന്നേ പ്രേമം, കല്യാണം, കുട്ടി, പ്രസവം, ഡൂഡാണ് ഓർമ്മ വരുന്നത്. പുള്ളിക്ക് മൊത്തം വരുന്നത് ഡൂഡാണ്. അല്ലയേ കുറച്ച് പാട്ടൊക്കെ കൊണ്ടുവന്ന്, കുറച്ച് സംഭവമൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര സംഭവമായിട്ടും പാടം അൺസൈക്കബിൾ എന്ന് പറഞ്ഞാൽ സഹിക്കാവുന്നതിൻ്റെ പരമാവധി അങ്ങനെ ഞാൻ സഹിച്ചിട്ടുള്ളൊരു പടമാണ് ഡൂഡ്. താങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പടം ആക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ അട്ടർ ഫ്ലോപ്പ്, ഇല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി എന്താ പറയുക ഫീൽ ഗുഡ് മൂവി. അത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിയേറ്റർ റിലീസിനുള്ളത് ഉണ്ടോ എന്നുള്ള സംശയം തോന്നുന്ന ചില കണ്ടന്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമ. ഒരു മേ ബി നമ്മുടെ വിജയുടെ വാരിസൊക്കെ വന്ന ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഒരു സിനിമ. ബട്ട് അങ്ങനത്തെ മാസ് സാധനങ്ങളായിരിക്കില്ല. ഒരു സൂര്യ പടം എന്ന് പറയുമ്പോൾ കുറച്ച് ആക്ടിങ്ങിനൊക്കെ പ്രാധാന്യമുള്ള, മനുഷ്യൻ്റെ ഇമോഷൻസ് ഒക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള സിനിമ. അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കണ്ടറിയന്നെ വേണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ബട്ട് ഒരു കാര്യമുണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് ഇത്തരം സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പം മമിത ബിജുവിൻ്റെ കഥാപാത്രമൊക്കെ വളരെ നൈസായിട്ടുള്ള, വളരെ ക്യൂട്ടായിട്ടുള്ള, ഒന്നും അറിയാത്ത, അത്ര ഇമ്മെച്ചുവേർഡായിട്ടുള്ളൊരു കഥാപാത്രം. ബട്ട് പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ മെച്യൂരിറ്റി കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നടനുണ്ടാവുന്ന ചില ഇംപ്രഷൻസ്, അവരുടെ ലൈഫിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ, അമ്മയായിട്ടുള്ള കുറേ എങ്കെന്തിടാ ഇത് പിടിച്ചേന്നോ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട് അമ്മ. അതിൻ്റെ അമ്മയുടെ സൗണ്ട് എടുത്ത് തന്നെ അറിയാത് മറ്റേ പുള്ളിക്കാരൻ്റെ പേരെന്താണ്, മറ്റേ ശരത് കുമാറിൻ്റെ പുള്ളിക്കാരിയാണെന്നുള്ളത്. സോ അത്തരം കുറച്ച് തമാശകളൊക്കെ അടങ്ങിയിട്ടുള്ള റിലാക്സ്ഡ് കാണാൻ പറ്റുന്ന ഒരു 2 മണിക്കൂറിലൊക്കെ നിർത്താവുന്ന ഒരു സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻഡ് സൂര്യ എങ്ങനെ വന്നാലും സ്വർഗ്ഗമാണ് ചങ്ങായി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും
വ്യൂവിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. വ്യൂ വളരെ കുറവാണല്ലോ എന്നല്ല. മൊത്തത്തിൽ ഭയങ്കര കുറവാണ് വ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എക്സാംസ് അടക്കാണ്. SLC എക്സാം കഴിയാതെ ഇനി ഒരു രക്ഷയില്ല. കാരണം ഡെയിലി ക്ലാസ്സുകളാണ്, റിവിഷൻ ക്ലാസ്സുകളും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രിയുടെ എക്സാം ഒക്കെ വരുന്നേ ഉള്ളൂ. എൻ്റെ സബ്ജക്റ്റും കെമിസ്ട്രിയാണ്. സോ നമുക്ക് ഇടയ്ക്കിട്ട് പോരാൻ പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. 2 എക്സാം നടക്കുകൊണ്ടിന് പല ആളുകളും, കുട്ടികളൊന്നും ഒരുപാട് വ്യൂ കാണുന്നില്ല. സിനിമാ പ്രേമികളൊന്നും സിനിമ അങ്ങനെ വല്ലാണ്ട് ഇറങ്ങാത്തൊരവസ്ഥയാണ്. ഇനി ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോകാത്ത അവസ്ഥയാണ്. മൊത്തത്തിലും ഡൗൺ ആയിട്ടുള്ള സമയമാണ്. ഓഫ് കോഴ്സ് നോമ്പ് കാര്യങ്ങൾ വേറെ ഭയങ്കര ക്ഷീണമായിരിക്കും. എല്ലാവരും മൊബൈലിലെ കളി വളരെ കുറവാണ്. നോമ്പ് തുറന്നാൽ ചെയ്യണം, നോമ്പ് നോറ്റാ ചെയ്യണം, ഏതിലും വളരെ കുറച്ച് സമയത്തൊക്കെ കാണുള്ളൂ. ഇതൊക്കെ എന്നെ പേഴ്സണലി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലിയ കംബാക്ക് നടത്തുന്നതായിരിക്കും തന്നെയാണ് വിശ്വാസം. നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.